സ്നേഹമുള്ളവരെ, മദർ ഹോം ധ്യാന കേന്ദ്രം അവതരിപ്പിക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേരുകയും കാണുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിനടുത്തുള്ള ഈ ധ്യാന കേന്ദ്രത്തിൽ വളരെയധികം ആത്മീയ ശുശ്രൂഷകൾ നടക്കുന്നു. ദൈവം വലിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ കാരുണ്യത്തെയും കർത്താവിൻ്റെ ഇടപെടലിനെയും എന്നും നന്ദിയോടെ ഓർത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സെപ്റ്റംബർ മാസം എത്തുമ്പോഴേക്കും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും എന്നും മാതാവിനെക്കുറിച്ചുള്ള കുറേ ഓർമ്മകൾ. കാരണം സെപ്റ്റംബർ മാസം 8-ാം തീയതിയാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ജനനത്തിരുനാൾ ദിവസം. നമ്മുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ പിറന്നാൾ ദിവസമാണ് അത്. ഭൂമിയിൽ നമ്മുടെ അമ്മയുടെ പിറന്നാൾ, അമ്മയുടെ സാന്നിധ്യം നമുക്ക് എത്രയോ വിലപ്പെട്ടതായിരിക്കുന്നത് പോലെ തന്നെ ആത്മീയ രംഗത്ത് പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യവും സഹവാസവും ഏറെ വിലപ്പെട്ടതാണ് എന്ന ചിന്ത ഞാൻ എന്നും കൊണ്ടെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് ഓർക്കും, മാതാവിൻ്റെ പിറന്നാൾ ഏറ്റവും നന്നായി ആചരിക്കണമെന്ന് മനസ്സെന്നും സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ദിവസം ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്ന പരിശുദ്ധ മറിയത്തോടുള്ള ഒരു പ്രത്യേകമായ മാതൃവിശേഷമായ ഭക്തിയും അടുപ്പവും സ്നേഹവും നിങ്ങളുടെ മനസ്സിൽ വളർന്നു വരാനാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കും, കുഞ്ഞുനാളിൽ തീരെ കൊച്ചായിരിക്കുമ്പോൾ ഒരു 4 വയസ്സ് 5 വയസ്സുള്ള കാലത്ത് അമ്മ എന്നെയും കൊണ്ട് പള്ളിയിൽ പോയിട്ടുണ്ട്. എൻ്റെ സ്വന്തം ഇടവക ദേവാലയം പരിശുദ്ധ മറിയത്തിന് സമർപ്പിതമായ ദേവാലയമാണ്. കുഞ്ഞുനാളിൽ പള്ളിയിൽ പോയി മാതാവിൻ്റെ രൂപത്തിന് മുമ്പിലൊക്കെ നിർത്തി അമ്മ പറഞ്ഞു തരും, മോനെ ഇതാണ് അമ്മ മാതാവ് എന്ന് പറഞ്ഞു. ഉണ്ണിയെ കൈയിലേന്തും കന്യാമറിയത്തെ ചൂണ്ടിയന്നമ്മ മൊഴിഞ്ഞു, ഇതാണ് മോനെ അമ്മ എന്നും കാക്കുന്ന അമ്മ. ഉണ്ണിയെ കൈയിലേന്തും കന്യാമറിയത്തെ ചൂണ്ടിയന്നമ്മ മൊഴിഞ്ഞു, ഇതാണ് മോനെ അമ്മ എന്നും കാക്കുന്ന അമ്മ. പെറ്റമ്മ മണ്ണിൽ മയങ്ങുമീ വേളയിൽ അമ്മ തന്നോർമകൾ കണ്ണീരാ, അമ്മയൻ കാതിൽ ചൊല്ലിയ മന്ത്രം ഇന്നെൻ മനസ്സിൽ സങ്കീർത്തനമായി. അമ്മേ നിത്യസഹായമാതാവേ, എന്നുമെൻ അമ്മയായി വരണമേ. ആരുമില്ലാതെ മനസ്സുകൾ നീറുമ്പോ ആലയമായി നീ
അരികിൽ വരേണമേ. ആലയമായി നീ അരികിൽ വരേണമേ. അരികിൽ വരേണമേ. അമ്മ അന്ന് പറഞ്ഞ വാചകം ഓർക്കുന്നു, എത്രയും ദയുള്ള മാതാവാണ്, എന്നുമുള്ള അമ്മയാണെന്ന്. എന്നുമുള്ള അമ്മയാണെന്ന്. സ്വന്തം അമ്മയുടെ കൈ പിടിച്ച് അടുത്ത് നിൽക്കുമ്പോൾ ഈ അമ്മയാണ് വിലപ്പെട്ടത്. അപ്പം എന്നുമുള്ള അമ്മ എന്നൊക്കെ പറയുമ്പോൾ അന്ന് കുഞ്ഞു മനസ്സ് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ ഈ അമ്മയല്ലേ എൻ്റെ എന്നുമുള്ള അമ്മ, ഈ അമ്മയല്ലേ എനിക്ക് ചോറ് തരുന്നത്, ഈ അമ്മയല്ലേ എനിക്ക് ഉടുപ്പ് തരുന്നത്, ഈ അമ്മയല്ലേ തല ചീകി തരുന്നത്, ഈ അമ്മയല്ലേ രോഗം വരുമ്പോൾ അടുത്തിരിക്കുന്നത്. അന്ന് സ്വന്തം അമ്മ പറഞ്ഞു, അല്ല മോനെ, ഞാനെന്ന് പറയുന്ന അമ്മ തൽക്കാലത്തെ അമ്മയാണ്. ഈ അമ്മ കടന്നു പോയാലും ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കാത്ത അമ്മയുണ്ടാവും. ഞാൻ ഭൂമിയിൽ നിന്നില്ലെന്നായി പോയാലും ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കാത്ത അമ്മയുണ്ടാകുമെന്ന് അന്ന് അമ്മ പറഞ്ഞു തന്ന പാഠം എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അതായത് ഭൂമിയിലെ അമ്മമാർ നമ്മളെ സ്നേഹിക്കുന്നു, നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരുന്നു. ഭൂമിയിലെ അമ്മമാർ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ അവതാരമാണ്. അവർ നമുക്ക് കുഞ്ഞുനാളിലെ മുലപ്പാൽ തൊട്ട് ജീവിതത്തിൽ ആവശ്യമുള്ളതൊക്കെ തരുന്നു. ആ അമ്മയിലൂടെ നമുക്ക് പ്രോത്സാഹനവും സ്നേഹവും കിട്ടുന്നു. പക്ഷേ ആ അമ്മ തീർന്നു പോകുന്നൊരു കാലഘട്ടം വരികയല്ലേ. പ്രിയപ്പെട്ടവരെ, എനിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നത്. അന്ന് ഞാൻ സെമിനാരിൽ പഠിക്കുകയായിരുന്നു. അമ്മയില്ലാത്ത വീട്ടിലേക്ക് അവധിക്ക് പോകാൻ എനിക്ക് സങ്കടമായിരുന്നു. അവധിക്കാലങ്ങൾ വരുമ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കും, ഈശോ വീട്ടിലെന്തിനാണ് പോകുന്നത്. എനിക്ക് 2 പെങ്ങന്മാരുള്ളത് മുതിർന്നവരായിരുന്നു. അവർ 2 പേരെ നേരത്തെ കെട്ടിച്ചും കൂടെ വിട്ടു. അതായത് വീട്ടിൽ ഒരു പെൺമനസ്സിൻ്റെ നിറസാന്നിധ്യമില്ല, അമ്മയില്ല, പെങ്ങന്മാരില്ലാത്തൊരു വീട്. പലപ്പോഴും ആൺകുട്ടികൾക്ക് ഒരു വല്ലാത്ത അപരിചിതത്തിൻ്റെ അവസ്ഥയാണ്. അവധിക്ക് പോകാൻ മടിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ എവിടെയോ വെച്ചാൽ മനസ്സിലേക്ക് ഈ ചിന്ത വീണ്ടും കടന്നു വന്നത്. അന്ന് കുഞ്ഞായിരുന്നപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, എന്നുമുള്ള അമ്മ ഞാനല്ല, പരിശുദ്ധ കന്യാമറിയുമാണെന്ന്. നിൻ്റെ അമ്മ ഈ ഭൂമിയിലെ ഞാനല്ല. അന്നക്കുട്ടി എന്ന് പറയുന്ന ഈ അമ്മ മരിച്ചു പോയാലും ഒരിക്കലും മരിച്ചു പോകാൻ നിൽക്കുന്ന ഒരു അമ്മയുണ്ടെന്ന് ആ അമ്മയോട് മോനെന്നും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടം തൊട്ട് ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടത്തോടെ വ്യക്തിപരമായ അടുപ്പത്തോടെ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തോന്നും. മാതാവിൻ്റെ ജപമാല ചെല്ലാനും, ജപമാലയെക്കുറിച്ച് പറയാനും, ജപമാലയെക്കുറിച്ച് പഠിപ്പിക്കാനും, മാതാവിൻ്റെ പ്രത്യേക ഭക്തി സമൂഹത്തെ വളർത്താനും എന്നും എൻ്റെ മനസ്സിലൊരു താല്പര്യം എനിക്ക് തോന്നാറുണ്ട്. കാരണം ആ അമ്മയുടെ സംരക്ഷണം എനിക്കെന്നും വിലപ്പെട്ടതായിരുന്നു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിലും ഇപ്പോൾ ഞാനായിരിക്കുന്ന മദർ ഹോമിൻ്റെ ശുശ്രൂഷകളിലുമെല്ലാം ഏറ്റവും ശക്തമായ ഊർജ്ജ സ്രോതസ്സായി മാറിയത് ഈ മറിയത്തോടുള്ള ഭക്തിയായിരുന്നു. മറിയത്തോട് ഭക്തിയോടെ ആരംഭിച്ചത് എല്ലാം അമ്മ അത്ഭുതകരമായി വളർത്തി തന്ന അനുഭവമാണ് എനിക്കെന്നും പങ്കുവയ്ക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ നിങ്ങളോടും പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ആത്മീയതയിൽ വളരുന്നതനുസരിച്ച് പരിശുദ്ധ മറിയത്തോടുള്ള വളരെ ആഴമേറിയ അടുപ്പം നിങ്ങൾ സൂക്ഷിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ജീവിതത്തിൻ്റെ ഏത് വിഷമഘട്ടങ്ങളിലും ആ അമ്മയുടെ സാന്നിധ്യവും സഹായവും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ആ അമ്മയാണ് ഇടപെട്ടത്. വീഞ്ഞില്ലാത്തവർക്ക് വേണ്ടി അമ്മ ഇടപെട്ട് പുത്രനോട് പറഞ്ഞ് വീഞ്ഞുണ്ടാക്കി കൊടുക്കണമെന്ന്. ഇന്നും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ധാരാളമായ കുറവുകളും പോരായ്മകളും നമുക്കുണ്ടാകും. വീഞ്ഞ് തീർന്നു പോകുന്ന പോലെ ജീവിതത്തിലെ കുറേ നന്മകളൊക്കെ തീർന്നു പോകുന്ന പോലെ നമുക്ക് തോന്നും. ചിലപ്പം പണം തീർന്നു പോകുമായിരിക്കാം, സ്ഥാനമാനങ്ങൾ തീർന്നു പോകുമായിരിക്കാം, അംഗീകാരവും വിശ്വസ്തതയും കുറഞ്ഞു പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ നൽകേണ്ട പ്രോത്സാഹനം കുറഞ്ഞു പോകുന്നതായിരിക്കാം. ഇങ്ങനെ ജീവിതത്തിൽ വീഞ്ഞു തീരുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. ഒറ്റപ്പെട്ടു പോയി നിൽക്കും, നാണക്കേടിൻ്റെ വക്കിൽ നിൽക്കും. ആ വക്കിലൊക്കെ അമ്മയെ എന്ന് മാതാവിനെ വിളിക്കുമ്പോൾ അമ്മ ഇടപെടുകയാണ്. അമ്മ ഇടപെട്ട് ജീവിതത്തിലെ വീഞ്ഞെല്ലാം വീണ്ടും ഒരിക്കൽ കൂടി ഉണ്ടാക്കി തരിക. ഞാൻ ഒരിക്കൽ ഇവിടെ ധ്യാനത്തിൽ വന്ന ഒരു ഭാര്യയും ഭർത്താവും, അവർ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി.
കുഞ്ഞുങ്ങളില്ലാത്തവരും ഒരുപാട് ചികിത്സകൾ ചെയ്തു. അവസാനം IVF എന്ന ട്രീറ്റ്മെൻറ്റ് വരെ ചെയ്തു. അവരെന്നോട് പറഞ്ഞു വെച്ചു, അച്ഛാ ഏതാണ്ട് 10 ലക്ഷം രൂപ ചികിത്സയ്ക്കായി നൽകി, പക്ഷേ കുഞ്ഞുണ്ടായില്ല. ചാനത്തിൽ വന്ന് എൻ്റെ അടുത്ത് വന്ന് അവരിത് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ മാനുഷിക രീതിയിൽ മരുന്ന് മേഖലയിൽ, ചികിത്സാ മേഖലയിൽ ഇനി കുഞ്ഞുണ്ടാകാൻ സാധ്യത കുറവായിരിക്കാം. ഇവിടെയും വിദേശത്ത് എല്ലാം ചെയ്തിട്ടും ഡോക്ടർമാർ പറഞ്ഞത് ഇനി കുഞ്ഞുണ്ടാകുകയായിരുന്നു. പക്ഷേ എല്ലാ കുറവുകളും പരിഹരിക്കാനാവുന്നൊരു അമ്മയുണ്ട്. കാനായിലെ കല്യാണ വീട്ടിലെ കുറവ് പരിഹരിച്ച അമ്മയില്ലേ. അതുകൊണ്ട് മോളും ഇനി മുതൽ തീർച്ചയായും മാതാവിൻ്റെ പ്രാർത്ഥിക്ക്, അമ്മേ കാനായിൽ എന്നതുപോലെ കുറവ് പരിഹരിക്കാൻ കടന്നു വരണമെന്നും. ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ, ഒരു പെൺകുട്ടി എന്ന നിലയിൽ കുഞ്ഞുണ്ടാകാതിരിക്കുന്നു എന്ന് പറയുന്നത് നിൻ്റെ ജീവിതത്തിലെ വീഞ്ഞില്ലാത്തത് പോലെയാണ്. അതുകൊണ്ട് നീ പ്രത്യേകമായി ത്യാഗത്തോടെ നോമ്പെടുത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ചാന ദിവസങ്ങൾ ഞാൻ കാണുമായിരുന്നു ആ കുട്ടി മാതാവിൻ്റെ രൂപത്തിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും എപ്പോഴൊക്കെ ഇടവേള കിട്ടിയോ അപ്പോഴൊക്കെ അവൾ കൈകൂപ്പി പ്രാർത്ഥിക്കുമായിരുന്നു. ചാനം കഴിഞ്ഞ് പോകുമ്പോൾ അവർ വീണ്ടും എൻ്റെ അടുത്ത് വന്ന് അച്ഛാ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ഇങ്ങനെ വീണ്ടും പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു, കാനായിൽ എന്നതുപോലെ കുറവ് പരിഹരിക്കാൻ അമ്മയെ വരണമെന്ന്, കാനായിൽ എന്നതുപോലെ അമ്മ ഇടപെടണമെന്ന്. പ്രിയപ്പെട്ടവരെ, അവരുടെ വിശ്വാസം, ദൈവകാരുണ്യം ഇത് അത്ഭുതം സംഭവിച്ചു. 4 മാസം കഴിയുമ്പോൾ ഇംഗ്ലണ്ടിൽ ജോലി ഉണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ മാതാവിനോട് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു, ഗർഭിണിയാണെന്നും. 1 വർഷം കഴിയുമ്പം അവർ കുഞ്ഞിനെയും കൊണ്ട് വന്ന് ഈ ആലയത്തിൽ കൊണ്ടുവന്ന് കാഴ്ച സമർപ്പിക്കുന്നത് ഞാൻ കണ്ടു. ജീവിതത്തിൻ്റെ കുറവുകൾ, ജീവിതത്തിൻ്റെ പോരായ്മകൾ, മാനുഷ്യ രീതി പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങളുടെ മുമ്പിൽ അമ്മ ഇടപെട്ടതിൻ്റെ സജീവമായ ഒരു ഉദാഹരണമായി ഞാനിത് കൊണ്ടുനടക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറഞ്ഞു വെക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കുറവുകളുണ്ടാകാം. തീർച്ചയായും ഞാൻ പറഞ്ഞു വെക്കും, പരിശുദ്ധ മറിയത്തോട് വളരെ ഒരു മകളുടെ ഹൃദയവിശാലതയോട് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ, അമ്മ ഇടപെടാൻ തുടങ്ങും. കാരണം ഒരമ്മയും ആഗ്രഹിക്കുന്നില്ല മക്കൾ കരയാൻ. എങ്കിലും നമ്മളാകുന്ന മക്കൾ ഈ ഭൂമിയിൽ വിഷമിക്കാൻ സ്വർഗത്തിലെ അമ്മ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അമ്മയോട് പ്രത്യേകമായി അടുപ്പ് സൂക്ഷിക്കണം. ഈ മദർ ഹോം ധ്യാന കേന്ദ്രത്തിൽ ഏറ്റവും സജീവമായി പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തിയെക്കുറിച്ച് ഞാൻ എടുത്തു പറയാറുണ്ട്. ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോഴൊക്കെ നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊണ്ടാണ് നിൽക്കുക. നന്മ നിറഞ്ഞ മറിയവും പരിശുദ്ധ മറിയവും മുഴങ്ങുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങളോടെയാണ് ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും. എന്നും പ്രഭാതത്തിൽ ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് മറ്റ് ശുശ്രൂഷകളെ കടക്കുന്നത് തന്നെ. ഇവിടെ വന്നുപോയ ലക്ഷക്കണക്കിന് ആളുകൾക്കെല്ലാം പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടി ഒരു ജപമാല വെഞ്ചരിച്ച് ഞാൻ കഴുത്തിൽ ഇട്ട് കൊടുക്കാറുണ്ട്. ഞാൻ പറയും, ജപമാല ധരിക്കണം, ജപമാല കൊണ്ടു നടക്കണം, ജപമാല വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. അതായത് പരിശുദ്ധ മറിയത്തോടുള്ള പ്രത്യേകമായി അടുപ്പം സൂക്ഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ജീവിതത്തിലെ കുറവുകളുടെ തീരമാണോ, ഒരു സന്തോഷവും സമാധാനമില്ലാത്ത അവസ്ഥയാണോ, ഇത് അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയും അത്ഭുതങ്ങളെ കൊണ്ട് കാത്തിരിക്കാൻ വേണ്ടി നിങ്ങൾ അമ്മയുടെ കൂട്ടുപിടിച്ച് പ്രാർത്ഥിക്കുകയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കും, വ്യക്തിപരമായി നിങ്ങളുടെ ആത്മീയതയിൽ പരിശുദ്ധ മറിയത്തോടുള്ള അടുപ്പം ഏറ്റവും സജീവമായി നിങ്ങൾ സൂക്ഷിക്കണം. അതിൻ്റെ ബാഹ്യമായ ഒരു പ്രത്യക്ഷയും അടയാളമാണ് ജപമാല. അതുകൊണ്ട് ഞാൻ പറയും, ജപമാല ചൊല്ലണം, ജപമാല കഴുത്തിൽ ധരിക്കണം, ജപമാല കൊണ്ടു നടക്കണം, ജപമാല സമ്മാനമായി കൊടുക്കണം. അത് മറിയത്തോടുള്ള പ്രത്യേക അടുപ്പം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും വളർന്നു വരട്ടെ. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളോ അശുദ്ധിയോ ഏതെങ്കിലും വിധത്തിൽ ഭിന്നതകളോ കടന്നു വരുന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കും, അതിൻ്റെ കാരണങ്ങളിലൊന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ജപമാലകൾ കൊണ്ടാണ്. സന്ധ്യാസമയങ്ങളിൽ വീട്ടിലെല്ലാവരും കൂടെ കൂടുതൽ ജപമാല ചൊല്ലിയ പുണ്യപ്പെട്ട ദിനങ്ങളിൽ ആ കുടുംബത്തിൽ ബന്ധവും സ്നേഹവും വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടിയിരുത്തി എല്ലാ കുടുംബങ്ങളിലും ജപമാല ഇടണം. അപ്പനും അമ്മയും മക്കളും എല്ലാം ചേർന്ന് ജപമാല. ആ കുടുംബ പ്രാർത്ഥന പരിശുദ്ധ മറിയത്തിന് വലിയ സംരക്ഷണം നിങ്ങൾക്ക് നൽകും. എല്ലാ കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥന സജീവമാകുമ്പോൾ വളരെയധികം വിശുദ്ധിയിലേക്കാണ് നമ്മുടെ സമൂഹം വളർന്നു പോവുക. അതുപോലെ തന്നെ ഞാൻ ആവശ്യപ്പെടും, പരിശുദ്ധ മറിയത്തുള്ള പ്രത്യേക ഭക്തിയുടെ പ്രാർത്ഥനകളുണ്ട്, നൊവേനകളുണ്ട്, വണക്കമാസങ്ങളുണ്ട്. വ്യക്തിപരമായ ആത്മീയതയെ പറഞ്ഞു വെക്കും. ഈ ശുശ്രൂഷകളെല്ലാം നിങ്ങൾക്കൊരു ആത്മീയമായ വളർച്ച നൽകും.
നിങ്ങൾ നൊവേന ചെല്ലുമ്പോൾ മാതാവിൻ്റെ പ്രത്യേക അടുപ്പം കാണിക്കുമ്പോൾ അവിടെ ദൈവം തന്നെ സംപ്രീതനാവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ തുടങ്ങും. അതുകൊണ്ട് പരിശുദ്ധ മറിയത്തോടുള്ള പ്രത്യേക ഭക്തി ഈ കാലഘട്ടങ്ങളിൽ കുറച്ചും കൂടി സജീവമാക്കി നിലനിർത്തണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതിഭാവുകങ്ങളിലേക്കോ ഈ ഭക്തി വഴിമാറിപ്പോയേക്കരുത്. അന്ധവിശ്വാസ സ്ഥലത്തിലേക്കൊന്നും പോയേക്കരുത്. ഒരു മാതൃവിശേഷപരമായ ഭക്തിയാണ് കൊണ്ടുനടക്കേണ്ടത്. ഈശോയോടുള്ള സ്നേഹത്തിന് അമ്മയിലൂടെ നമുക്കെത്താം. ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞത്, അമ്മേ ഞാൻ നിന്നിലൂടെ ഈശോയ്ക്ക്, അമ്മേ നിന്നിലൂടെ ഞാൻ ഈശോയിലേക്ക്. ഈ ചിന്തയോടുകൂടി അമ്മയോടുള്ള വ്യക്തിപരമായ ഭക്തി കൊണ്ടുനടക്കാൻ ആവശ്യപ്പെടുക. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, സെപ്റ്റംബർ മാസമൊക്കെ ആകുമ്പോൾ നമുക്കറിയാം കേരള സഭയിൽ ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു നോമ്പിനെ കുറിച്ച് കൊണ്ട് നിങ്ങളെ ഓർപ്പിക്കും. 8 നോയമ്പ്. സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ പരിശുദ്ധ മാതാവിൻ്റെ പിറന്നാൾ ഒരുക്കമായി കേരള സഭയിൽ വളരെ പാരമ്പര്യമായി ആചരിക്കുന്ന ഒരു നോമ്പാണ് 8 നോയമ്പ്. ഇത് വളരെയധികമായ ഫലസാധ്യതയുള്ള ഒരു നോമ്പാണ്. നമുക്കറിയാം ചരിത്രപരമായി ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ വിശ്വാസ സമൂഹം ഭീഷണി നേരിട്ടപ്പോൾ ടിപ്പു സുൽത്താൻ്റെ ആക്രമണത്തിൽപ്പെട്ട് വിശ്വാസത്തിൽ അപജയം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെടും കൊല്ലപ്പെടുമെന്ന കാലഘട്ടങ്ങളിൽ ശുദ്ധமான നസ്രാണി ചേർത്തിമാർ കൊന്തയെല്ലി പ്രാർത്ഥിച്ച് 8 ദിവസങ്ങൾ 8 നോയമ്പ് എന്ന് പറയുന്നത്. രാവിലെ പള്ളിയിൽ വന്ന് മുഴുവൻ കൊന്ത ചൊല്ലി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഉപവാസമെടുത്ത് ഉച്ചവരെ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച 8 ദിനങ്ങൾ. അത് മണർകാടും കുറവലങ്ങാടും എടപ്പള്ളിയിലും പോലുള്ള പ്രഖ്യാപിത പള്ളികളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ പോലും സാധാരണ അമ്മച്ചിമാർ വന്ന് മാതാവേ ഞങ്ങളുടെ മക്കളെ കാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു 8 നോയമ്പിലും. ആ 8 നോയമ്പിൻ്റെ തീഷ്ണമായ പ്രാർത്ഥനയാണ് കേരള സഭയെ ഒരുപാട് പിടിച്ചു നിർത്തിയത്. ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ടിപ്പു തിരിച്ചു പോകാൻ ഇടയാക്കിയ ഏറ്റവും വലിയ ആത്മീയമായ ആയുധം ഈ ജപമാലയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസ പരിശീലനത്തിലും വിശുദ്ധിയുടെ മേഖലയിലുമൊക്കെ ആകുമ്പോൾ തീർച്ചയായും 8 നോയമ്പെടുത്ത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക. നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ അശ്ലീലതയുടെ ഒരു സംസ്കാരം കയറി വരിക, അശുദ്ധിയുടെ സംസ്കാരം കയറി വരിക. നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ അശുദ്ധിയുടെ ബന്ധങ്ങളിൽ പെട്ടുപോവുകയാണ്. ഒരു ടിപ്പു സുൽത്താൻ്റെ ആക്രമണം പോലെ തന്നെ ഇന്ന് അശുദ്ധിയുടെ ടിപ്പു സുൽത്താൻമാർ എഴുന്നള്ളുകയാണ്. നമ്മുടെ വിശ്വാസവും വിശുദ്ധിയും കളയുന്ന ഒരുപാട് ആയുധങ്ങളുമായി ശത്രുക്കൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ യുവജനങ്ങളായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി വിശുദ്ധി ജീവിക്കാൻ ശക്തി കിട്ടാൻ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് യുവജനങ്ങളായ മക്കളോടൊക്കെ പ്രത്യേകമായി ആവശ്യപ്പെടും നോമ്പെടുക്കണമെന്ന്. വളരെ പ്രത്യേകമായി ശാരീരിക നോമ്പെടുത്ത് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഇതേപോലെ തന്നെ ഇന്നും നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല വിശുദ്ധി വളർന്നു വരാൻ വേണ്ടിയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടും ദിനങ്ങൾ 8 ദിവസങ്ങൾ. എല്ലാ പെൺകുട്ടികളോടും ഞാൻ ആവശ്യപ്പെടും 8 നോയമ്പെടുക്കണം. നല്ല വിശുദ്ധിയിൽ ശരീരത്തെയും മനസ്സിനെയും സൂക്ഷിക്കാൻ വേണ്ടിയും ഭാവിയിൽ നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടിയും നല്ല കുടുംബജീവിതം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ആഴ്ച ധ്യാനത്തിൽ വന്ന സഹോദരി എന്നോട് പറഞ്ഞു വെച്ചു, കുഞ്ഞുനാളിൽ എന്നോ 9-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഏതോ അച്ഛൻ പ്രസംഗം പറയുന്നത് കേട്ടു, നല്ല ആളെ ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കണമെന്നും. അച്ഛ അന്ന് മുതൽ ഞാൻ 8 നോയമ്പെടുക്കും, എല്ലാ 8 നോയമ്പെടുക്കും. അന്ന് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കാലഘട്ടം പോലും ആയില്ല. എങ്കിലും 9-ാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടം തൊട്ട് 8 നോയമ്പെടുത്ത് ഞാൻ കൊന്തയില്ലുമായിരുന്നു. അതിൻ്റെ മെച്ചം ഞാൻ ചോദിച്ചു, അതുകൊണ്ട് എന്താ മെച്ചം കിട്ടത്? അച്ഛാ തീർച്ചയായും എത്രയോ വിശുദ്ധനായ എത്ര നല്ലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടത്. എൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് എനിക്ക് 100% സംതൃപ്തി അച്ഛാന്ന്. എന്നെ മനസ്സിലാക്കുന്ന നല്ലൊരു ഭർത്താവ്, നല്ല കുഞ്ഞുങ്ങൾ, ദൈവം നല്ലൊരു കുടുംബജീവൻ തന്നെന്ന്. അതായത് ജീവിതത്തിൽ ആ നോമ്പെടുത്തതിൻ്റെ സാക്ഷ്യമായിട്ട് ആ സഹോദരി പറഞ്ഞു വെച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കുടെ സമൂഹത്തറിയാം നല്ല വിവാഹങ്ങൾ നടക്കാൻ എത്രയോ വിഷമമാണ്. വിവാഹങ്ങൾ തന്നെ നടക്കുന്നില്ല എങ്കിലും നിലനിൽക്കുന്ന ശാശ്വതമായ ബന്ധമുള്ള കുടുംബ ബന്ധങ്ങൾ എത്രയോ വികലമാണ്. അതുമാത്രമല്ല, കുഞ്ഞുങ്ങളുണ്ടാകുന്ന വിഷമം എത്രയോ ദമ്പതിമാരെ ബാധിക്കുന്നു. മക്കളെ ഓർത്തുള്ള ടെൻഷൻ എത്രയോ ദമ്പതിമാരെ ബാധിക്കുന്നു. അതായത് നിങ്ങളുടെ കുടുംബജീവിതം, ഭാവി ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഏറ്റവും നല്ലത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് മാതാവിനോട് പ്രത്യേക ഭക്തിയുടെ ഭാഗമായ നോമ്പിൻ്റെ അനുഷ്ഠാനത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കൽ കൂടി ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. വ്യക്തിപരമായി ഞാൻ പറയും, ഈ കാലഘട്ടങ്ങളിൽ എപ്പോഴൊക്കെ നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴും
നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥന എല്ലാമല്ലോ. ഒരു മിനിറ്റിൽ 4 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥനയും പരിശുദ്ധ മറിയവും ചെല്ലാം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും കുളിക്കുമ്പോഴായിരിക്കും ജോലി ചെയ്യുമ്പോഴായിരിക്കാം തുടർച്ചയായി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം. ഈ നന്മ നിറഞ്ഞ മറിയങ്ങൾ മാതാവിനുള്ള പിറന്നാൾ സമ്മാനമായി മാറ്റണം. മുല്ലപ്പൂക്കൾ കോർത്തൊരു മാലയുണ്ടാക്കി അമ്മയ്ക്ക് അർപ്പിക്കുന്നത് പോലെ ഈ നന്മ നിറഞ്ഞ മറിയങ്ങളാണ് മുല്ലപ്പൂക്കൾ. ഓരോ വ്യക്തിയോട് ഞാൻ പറയും, എത്രമാത്രം ചെല്ലാമോ അത്രയും നന്മ നിറഞ്ഞു ചൊല്ലിക്കൊട്ടി ആ പ്രാർത്ഥനയുടെ പൂമാലയുമായിട്ടായിരിക്കണം അമ്മയുടെ പിറന്നാൾ ആചരിക്കാൻ വേണ്ടി. എല്ലാ വർഷവും ഈ സെപ്റ്റംബർ 8 മാതാവിൻ്റെ പിറന്നാൾ വരുമ്പോൾ ഞാനിവിടെ ജനത്തെ മുഴുവൻ ഓർപ്പിക്കും എത്രമാത്രം നന്മ നിറഞ്ഞിടാവോ ചെല്ലാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞാൻ 1 കോടി നന്മ നിറഞ്ഞവരും ചെല്ലണമെന്നൊക്കെയാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഓരോരുത്തരും പറഞ്ഞു വെക്കും 5000 10,000 ഒക്കെ ചെല്ലണമെന്ന്. പക്ഷേ എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറയുന്നത് അഭൂതപൂർവമായി അതിനേക്കാൾ കൂടുതൽ കിട്ടിയത്. കഴിഞ്ഞ വർഷം 1 കോടി നന്മ നിറഞ്ഞ മറിയം എന്നൊക്കെ ധ്യാനിക്കാമെന്ന് ആൾക്കാർ പറഞ്ഞു വിട്ടിട്ട് 3 കോടിയോളം നന്മ നിറഞ്ഞു ചൊല്ലി എന്നുള്ളതിൻ്റെ മറുപടിയാണ് എനിക്ക് കിട്ടിയത്. ഇന്ന് നിങ്ങളോട് ഈ വചനം കേൾക്കുന്ന ലോകത്തെമ്പാടുമുള്ള എല്ലാവരും ഞാൻ പറഞ്ഞു വെക്കും, നിങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് പിറന്നാൾ സമ്മാനമായി നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ പൂമാല ഓർക്കണം. അത് 1000 ആയിരിക്കാം, 10,000 ആയിരിക്കാം, 1,00,000 ആയിരിക്കാം. എത്രമാത്രം നന്മ നിറഞ്ഞു ചെല്ലാമോ അത്രയും ചൊല്ലി മാതാവിനോട് വ്യക്തിപരമായി അടുപ്പം സൂക്ഷിക്കണം. അപ്പോൾ അത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അനുഗ്രഹം വരുന്ന വഴി തരും. പൂക്കളൊക്കെ മുകളിലേക്ക് എറിഞ്ഞാൽ എല്ലാ പൂക്കളും താഴേക്ക് വരുമല്ലോ. നമ്മൾ ചെല്ലുന്ന എല്ലാ പ്രാർത്ഥനകളും ദൈവപക്കലേക്ക് വരുന്ന പൂക്കളാണെങ്കിൽ ആ പൂക്കളൊക്കെ അനുഗ്രഹമായി നമ്മുടെ പക്കലേക്ക് തന്നെ വരും. അതുകൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തോടുള്ള വ്യക്തിപരമായ ഭക്തിയിൽ വളരാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങളെല്ലാവരോടും. അത് വെറൊരു ചടങ്ങായി അവസാനിപ്പിക്കാതെ ജീവിതത്തിൽ എന്നും അത് കൊണ്ടെടുക്കണം. അതിൻ്റെ ഭാഗമായി നിങ്ങൾക്കൊരു ജപമാല കഴുത്ത് ധരിക്കാം, ഒരു വെന്തിങ്ങ കഴുത്ത് ധരിക്കാം, പ്രത്യേകമായി ജപമാല ചെല്ലാം, വീട്ടിൽ കുടുംബപ്രാർത്ഥന ജപമാല ചെല്ലാം, നൊവേനകൾ ചെല്ലാം, വണക്കമാസം ചെല്ലാം, നോമ്പെടുക്കാം. ഇങ്ങനെ എല്ലാ തരത്തിലും അമ്മയോടുള്ള പ്രത്യേകമായൊരു അടുപ്പം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ എന്നും കൊണ്ടെടുക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതിലൂടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഭൂമിയിൽ ആരൊക്കെ കൈവിട്ടാലും ഒരിക്കലും കൈവിടുകയില്ലാത്ത എത്രയും ദയുള്ള മാതാവ് എന്നും നിൽക്കുന്ന അമ്മ നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാവും. അതുകൊണ്ട് ഈ സെപ്റ്റംബർ 8 പരിശുദ്ധ മറിയ ജനനത്തെ ആചരിക്കുന്ന ദിവസം ഇത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ആത്മീയമായ ഉണർവിൻ്റെ ദിനങ്ങളായി മാറട്ടെ. ഈ വചനം കേൾക്കുന്ന ഏതൊരു വ്യക്തിയും ഈ ദിവസങ്ങളിൽ തന്നെ വ്യക്തിപരമായി പ്രാർത്ഥിച്ചൊരുങ്ങണം. എന്നിട്ട് നല്ലൊരു വിശുദ്ധ കുംഭസാരമൊക്കെ നടത്തിയും 8 ദിവസം നോമ്പൊക്കെ എടുത്ത്, ശാരീരിക നോമ്പൊക്കെ എടുത്ത് 8-ാം തീയതി വിശുദ്ധ കുർബാനയെ പങ്കുചേർന്ന് മാതാവിൻ്റെ പ്രത്യേകം പ്രാർത്ഥിക്കണം. നിയോഗം വെച്ച് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കാം. വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പ്രത്യേക നിയോഗങ്ങൾ വെച്ചൊക്കെ പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. 8 നോയമ്പ് ദിവസങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. എപ്പോഴും എൻ്റെ ആത്മീയ അനുഭവം എന്ന് പറഞ്ഞു വെക്കുന്നത് ആ നോമ്പിൻ്റെ ആചരണം കഴിയുമ്പോഴേക്കും ആ പ്രാർത്ഥിക്കുന്ന കാര്യം, ആത്മീയമായ അനുഗ്രഹത്തിൻ്റെ കാര്യം എനിക്ക് സാധിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വ്യക്തിപരമായി നിയോഗം വെച്ച് പ്രാർത്ഥിക്കും. ഈ രോഗം മാറാനും ക്ഷീണം മാറാനും കടബാധകൾ മാറാൻ വേണ്ടിയില്ല, ആത്മീയ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവെന്നറിയാൻ വേണ്ടിയിട്ട്, ദൈവിക സന്തോഷം ഉണ്ടാകാൻ വേണ്ടി, സമാധാനം ഉണ്ടാകാൻ വേണ്ടി, പ്രാർത്ഥനാ വരം കിട്ടാൻ വേണ്ടി, ദൈവികമായ ദർശനം കിട്ടാൻ വേണ്ടി, ഇങ്ങനെ ആത്മീയ പുണ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോയെ വളർത്തിയതുപോലെ മാതാവ് വളർത്തും. മദർഹോം എന്ന വാക്ക് ഈ ഭവനത്തിൽ ഇട്ടപ്പോൾ തന്നെ ദൈവം നൽകിയ ചിന്ത അതായിരുന്നു, ഇതൊരു അമ്മ വീടാണ്. ഇവിടെ വരുന്നവരൊക്കെ മാതാവ് വളർത്തിക്കൊള്ളും. അമ്മ മക്കളെ വളർത്തുന്നത് പോലെ മാതാവ് നിങ്ങളെ വളർത്തിക്കൊള്ളും. അതുകൊണ്ടാണ് ഈ ധ്യാന കേന്ദ്രത്തിന് മദർഹോം എന്ന പേര് തന്നെ ഇട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ പ്രത്യേക സംരക്ഷണം നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായി മാതാവിനുള്ള അടുപ്പവും പ്രാർത്ഥനയും നിങ്ങൾക്ക് എന്നും കൊണ്ടുനടക്കാനിടയാകട്ടെ. അത് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും എല്ലാ സ്ഥലങ്ങളിലും ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കുന്ന അനുഭവമായി തീരും. ഇതിന് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം ഭക്ഷിക്കുന്ന വാതിലൂടെ ആയിരിക്കും ഇത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി കൊണ്ടുനടക്കണം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വീടുകളിലൊക്കെ മാതാവിൻ്റെ രൂപം വെച്ച് അലങ്കരിക്കുന്നതായിരിക്കാം, 8 ദിവസവും നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കാം, 8 ദിവസം ദൈവബലി പങ്കുചേരുന്നതായിരിക്കാം, 8-ാം ദിവസം കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കുന്നതായിരിക്കാം. അതേപോലെ തന്നെ ജപമാല ധരിച്ചും
കൊന്ത ചൊല്ലിയും നന്മ നിറഞ്ഞോട് ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കാതിരിക്കും. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ നമ്മുടെ ആത്മീയത വളർത്തിയെടുക്കണം. കേരള സഭയിൽ നല്ല കുടുംബങ്ങൾ ഉണ്ടായതും ദൈവവിളികൾ ഉണ്ടായതും സഭയുടെ വിശ്വാസം വളർന്നതൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു അനുഷ്ഠാനങ്ങളിലാണ് പ്രിയപ്പെട്ടവരെ. വലിയ ആർഭാടത്തിൻ്റെ വലിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ഈ മണിമുത്തുകൾ പോലെയുള്ള പുണ്യപ്രവർത്തികൾ വിസ്മരിക്കരുത് എന്നാണ് എനിക്ക് പ്രത്യേകം ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ വചനം കേൾക്കുന്ന മുഴുവൻ പേരെയും നിൻ്റെ ദിവ്യഹൃദയത്തിലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കുന്നു. കാനായിൽ എന്നതുപോലെ അമ്മ ഞങ്ങളുടെ അടുത്ത് നിന്ന് മധ്യസ്ഥം വഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും കുറവുകളുണ്ട് കർത്താവേ. പലതും തികയാത്തവരും പലതും ലഭിക്കാത്തവരുമാണ് ഞങ്ങൾ. കുറവുകളായി പലപ്പോഴും അപകാശരായി മാറുന്ന നിമിഷങ്ങളിൽ സ്വർഗീയ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി നീ ഇടപെടണമേ. കാനായിൽ എന്നതുപോലെ കുറവ് പരിഹരിക്കാനും ജീവിതത്തിൽ സമൃദ്ധിയുടെ വീതി തരുവാനും വേണ്ടി അമ്മയെ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഈ ദിവസങ്ങൾ അമ്മയെ നിന്നോടുള്ള പ്രത്യേക ഭക്തിയുടെ ഭാഗമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്നു. നിൻ്റെ പുത്രനോട് എന്നും ഞങ്ങൾക്ക് വേണ്ടി ഇടപെടണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്തിലൂടെ നിൻ്റെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന പ്രാർത്ഥനകൾ സ്വീകരിച്ച് വ്യക്തിപരമായും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ സമൂഹത്തെയെല്ലാം വിശുദ്ധീകരിക്കണമേ. പ്രത്യേകമായി ശാരീരിക വിശുദ്ധിയും ശാരീരിക നന്മകളും കൈമോശം വന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും നീ പഠിപ്പിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.